ലക്ഷത്തിലധികം ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷ, അതിൽ 511 റാങ്ക് വാങ്ങിയ ഒരു പെൺകുട്ടി, വിദ്യാഭ്യാസം മുഴുവൻ സർക്കാർ മേഖലയിൽ എയ്ഡഡ് കോളേജിൽ പഠിച്ചു വന്ന ഒരാൾ. വെൽക്കം ജഹാന ഷെറീൻ. ഇത്തവണത്തെ UPSC സിവിൽ സർവീസ് എക്സാമിൽ 511 റാങ്ക് വാങ്ങിയ കോഴിക്കോട്ടുകാരി. അതെ, താങ്ക് യു. ജഹാനയുടെ ജേണി ഒന്ന് പറയോ? എവിടേക്കാണ് പഠിച്ചത്, എന്തെല്ലാമാണ് പഠിച്ചത്? റൈറ്റ്, ഞാൻ 7th സ്റ്റാൻഡേർഡ് വരെ നാട്ടിൽ തന്നെയായിരുന്നു പഠിച്ചത്. ഞാൻ പെരുമണ്ണയിൽ നിന്നാണ് വരുന്നത്. പെരുമണ്ണ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്? അതെ, കോഴിക്കോട് തന്നെ. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഡിഗ്രി BCom ആയിരുന്നു പഠിച്ച് ഫറൂഖ് കോളേജിൽ. 2022 പാസ് ഔട്ടാണ്. അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി UPSC പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങി. ആൻഡ് പ്രിപ്പറേഷനിൽ ടൈമിൽ തന്നെ ഞാൻ MCom ഡിസ്റ്റന്റ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. അതാണ് എൻ്റെ ഒരു അക്കാഡമിക്കലി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. ഇതിൽ ഈ സിവിൽ സർവീസ് എന്നുള്ള ഡ്രീം വരുന്നത് എവിടെ നിന്നാണ്? പണ്ട് വിക്രമാദിത്യൻ സിനിമ കാണുമ്പോൾ അതിലാണ് ഞാൻ ആദ്യം സിവിൽ സർവീസ് IAS IPS എന്നുള്ള സാധനമൊക്കെ കേൾക്കുന്നത്, ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കൊമേഴ്സ് ആയിരുന്നു ഞാൻ +1 എടുത്തത്. അപ്പോൾ ആ ഒരു സമയത്ത് കരിയർ എന്താണ്, ഇനി കരിയർ അഡ്വാൻസ്മെന്റ് എന്ന് കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നപ്പോൾ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എനിക്ക്, എൻ്റെ ക്ലാസ് ടീച്ചറാണ് ഈ ഒരു സർവീസിനെ കുറിച്ച് കുറച്ചുകൂടി ഷൈനി മാം. അപ്പോൾ ടീച്ചറാണ് എനിക്ക് കുറച്ചും കൂടി ഈ കരിയറിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ജഹാന, യു ക്യാൻ ഡു ഡിഫറെൻറ്റ് തിങ്സ് ഇൻ ദിസ് കരിയർ. അപ്പോൾ ചൂസ് ചെയ്യാം നിനക്ക് വേണമെങ്കിൽ, ഇഫ് യു ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ അതൊരു ഓപ്ഷനായിട്ട് വെച്ചു. ആൻഡ് ആ ഒരു സർവീസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി അറിയാൻ തുടങ്ങിയതൊക്കെ പിന്നെയാണ്. പിന്നെ ഡിഗ്രി കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് 2018 ഫ്ലഡ് വന്നു, കൊറോണ വന്നു. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ സിവിൽ സർവൻസ്, പ്രത്യേകിച്ച് IASകാർ എങ്ങനെ ആളുകളെ അവരുടെ ഒരു പബ്ലിക് എൻഗേജ്മെൻറ്റ്, അതൊക്കെ കുറച്ചും കൂടി ഇൻസ്പയർഡ് ആയിരുന്നു. നമ്മൾ ആ ഒരു സമയത്താണ് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നത്. അതെ, അപ്പോൾ TV-യിലൊക്കെ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ കുറേ സിവിൽ സർവൻസിൻ്റെ ആക്ടിവിറ്റീസ് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സർവീസിലേക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിച്ചത്. അപ്പോൾ 2022 BCom പൂർത്തിയാക്കി. അപ്പോൾ ഡിഗ്രി സമയത്ത് തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നോ? ഞാനൊരു ഫുൾ ഫ്ലെഡ്ജ് പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നില്ല. പത്രം വായിക്കുമായിരുന്നു, ഹിന്ദു പത്രമൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ ചില NCERT, നമ്മുടെ ബേസിക് ആയിട്ടുള്ള 6th സ്റ്റാൻഡേർഡ് മുതലുള്ള NCERT വായിക്കണം എന്നാണ് UPSCക്ക് വായിക്കണം എന്നാ പറയാറ്. അപ്പം അങ്ങനെ കുറച്ച് NCERTകളൊക്കെ വായിക്കാൻ തുടങ്ങി. അതല്ലാതെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങിയത്. യെസ്. അപ്പോൾ ഇതിൽ ഡിഗ്രി ഒരു BCom ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? അതായത് ഒരു മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അങ്ങനെയൊക്കെ നോക്കിയിരുന്നോ? അതല്ല, അതായത് ഒരു സിവിൽ സർവീസിന് വേണ്ടി നമുക്കൊരു BCom ഇങ്ങനൊരു ഡിഗ്രി എടുത്തിട്ട് നമുക്ക് അടുത്തിലോട്ട് പോകാമെന്നുള്ളതായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്? ഞാൻ +2 കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ BCom എടുക്കുമായിരുന്നു. എനിക്ക് ആ സമയത്തെ സിവിൽ സർവീസിലേക്ക് ചേരണം എന്നുള്ള ആഗ്രഹം കാരണം BCom തന്നെ ഒരു ഡിഗ്രിയാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ BCom ചെയ്യാൻ ആ ഒരു സമയത്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വരുന്നത് ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ പെൺകുട്ടികളെ അധികം പുറത്തേക്ക് വിടുന്നതൊക്കെ ഒരു പേടിയാണ് ബേസിക്കലി. അപ്പോൾ അന്ന് അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ ഫറൂഖ് കോളേജിൽ കിട്ടി. അങ്ങനെ കോഴിക്കോട് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ഓപ്ഷൻ ആണ് ഫറൂഖ് കോളേജ്. പിന്നെ എവിടെ പോയാലും എവിടെയാ പഠിച്ചത്? ഫറൂഖ് കോളേജിലാണോ? ഫറൂഖ് കോളേജിലാണോ? ആ ഒരു റെക്കഗ്നിഷൻ കിട്ടാൻ തുടങ്ങി. അപ്പം ഐ വാസ് ഹാപ്പി. ഓക്കെ, എന്തായിരുന്നു 2022 ശേഷമുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് സിവിൽ സർവീസ്? 2022 ശേഷം ഞാൻ ഇതിന് പ്രിപ്പറേഷനിലേക്ക് എന്തായാലും ഇറങ്ങണം എന്ന് തന്നെ വിചാരിച്ചു. ഡയറക്ട്ലി ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഒരു 1 year PCM പ്രിലിംസ് കംസ് മെയിൻസ് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റ് നല്ല നൈസായിട്ട് അങ്ങ് പൊട്ടി. ജീവിതത്തിൽ ആദ്യത്തെ പരാജയമായിരുന്നു അത്. അതുവരെ നമ്മൾ എന്താ ഫെയിലിയർ എന്നുള്ളത് അറിയുന്നില്ല. എല്ലാ ക്ലാസ്സിലും ടോപ്പ് ആവുന്നു, മാർക്ക് വാങ്ങുന്നു, അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് ശരിക്ക് ഒരു ഫെയിലിയർ അങ്ങ് കിട്ടിയപ്പോൾ ഈ എക്സാമിന് ഇങ്ങനെ ഡിഗ്രിക്ക് പഠിച്ച പോലെ ഒന്നും പ്രിലിംസ് തന്നെ ഫെയിലിയർ ആയി. അപ്പോഴാണ് ഈ ഒരു എക്സാമിന്റെ സീരിയസ്നെസ് എനിക്ക് ബോധ്യമാവുന്നത്. ഇതിന് ഞാൻ പഠിച്ച രീതിയിൽ ഡിഗ്രിയുടെ സമയത്ത് പഠിച്ച പോലെ ഒന്നും പഠിച്ചാൽ പോരാ, നമുക്കൊരു വേറൊരു സ്ട്രാറ്റജി വേണം, ഒരു ഡിസിപ്ലിൻ വേണം എന്നുള്ള
കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടത് അപ്പോഴാണ്. അങ്ങനെ പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് നല്ല സീരിയസ് ആയിട്ട് തന്നെ കൊടുക്കണം വിചാരിച്ചു. അതുപോലെ തന്നെ പഠിച്ചു. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ആയില്ല. ഞാൻ കട്ട് ഓഫിന് ഒരു 5 മാർക്കിന് എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പ്രിലിംസ് തന്നെയായിരുന്നു. അതെ, പ്രിലിംസ് ആണ് ഒരുവിധം എല്ലാവർക്കും പ്രശ്നം. കാരണം ഒരു 10 ലക്ഷത്തോളം ആൾക്കാർ എഴുതുന്നതിൽ 14,000 ആൾക്കാർ 14,000 പിന്നെ നമ്മളൊരു 1000-ലെത്തുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് 10 ലക്ഷത്തിന് 14,000. അതില് പെട്ടെന്ന് ഔട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പ്രിലിംസ് തന്നെയായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ ആ സമയത്തും പ്രിലിംസ് കയറിയില്ല. അപ്പോൾ നന്നായിട്ട് സങ്കടം ഉണ്ടായിരുന്നു. കാരണം എക്സ്പെക്ട് ചെയ്തിരുന്നു ഞാൻ ജയിക്കും എന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് അങ്ങ് ക്ലിയർ ആവാണ്ടായപ്പോൾ ചുറ്റുള്ളതൊക്കെ അങ്ങ് വീണ് പോയപ്പോലൊക്കെ ഒരു തോന്നലായിരുന്നു. പിന്നെ ഞാൻ പലപ്പോഴും എനിക്കൊരു ഫെയിലിയർ ഉണ്ടാകുമ്പം അല്ലെങ്കിൽ ഒരു ഫോൾ ബാക്ക് ഉണ്ടാകുമ്പം ഇതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും എന്നെ ഒന്ന് പഠിപ്പിക്കാനാകും എന്ന് സമാധാനിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഞാനൊരു ഹോപ്പ് കണ്ടെത്താറ്. അപ്പോൾ ആ ഒരു സമയത്ത് നെക്സ്റ്റ് സ്റ്റേജ് മെയിൻസ് ആണ്. ഞാൻ മെയിൻസിന് ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ പ്രിലിംസിന് മാത്രം പഠിച്ചു, പ്രിലിംസ് ക്വാളിഫൈ ആകും വിചാരിച്ചു. പക്ഷെ മെയിൻസ് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ മെയിൻസ് നോക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം എല്ലാം കൂടി കാര്യമില്ല. അപ്പോൾ എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ആവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും മെയിൻസ് നോക്കണം. അങ്ങനെ 2024 ഡിസംബർ വരെ ഞാൻ മെയിൻസിന് വേണ്ടിയിട്ട് തന്നെ ഇരുന്നു, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഡിസംബർ മുതൽ ഒരു ജാനുവരി 2025 മുതൽ പ്രിലിംസിന് തന്നെ വീണ്ടും പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ക്ലിയർ ആയി എല്ലാം ഒറ്റയടിക്ക്. എത്ര മാർക്ക് കിട്ടി ഇപ്രാവശ്യം 103 ഉണ്ടായിരുന്നു. കട്ട് ഓഫിലും ഒരു കട്ട് ഓഫ് 92 ആണ്. നല്ല മാർക്ക്, അത്യാവശ്യം നല്ല മാർക്ക്. ഈ സിസാറ്റിൽ എപ്പോഴെങ്കിലും നമുക്ക് പിന്നെ പോയിരുന്നു, അതോ പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേപ്പറിൽ മാത്രമായിരുന്നോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫെയിൽ ആയിരുന്നു ഫസ്റ്റ് 2 ഇയേഴ്സ്? ഫസ്റ്റ് ഇയർ ഞാൻ രണ്ടും ഫെയിൽ ആയിരുന്നു. എനിക്ക് രണ്ടും കട്ട് ഓഫ് ക്ലിയർ ആയിട്ടില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ സിസാറ്റ് കയറി. സിസാറ്റ് അന്ന് കുറച്ച് എളുപ്പമുള്ള പേപ്പറാണ്. അപ്പോൾ പക്ഷേ GS ഫസ്റ്റ് പേപ്പർ കയറിയില്ല. എനിക്ക് എപ്പോഴും സിസാറ്റ് ആണ് പ്രശ്നം. മാത്സ് ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. 10th എനിക്ക് 9+ ഒരു B+ ആണ്. അത് മാത്സില്ല. എനിക്ക് പണ്ടേ മാത്സ് ഒരു പ്രശ്നമാണ്. അപ്പോൾ UPSCയിലും മാത്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഇതുണ്ടോ എന്നുള്ളത്. പിന്നെ സിസാറ്റിൻ്റെ എന്താ വെച്ചാൽ അതിലൊരു ക്വാളിഫയിങ് മാർക്കാണ് 66. അതെ, അത് മാർക്ക് കിട്ടിയാൽ മതി. പിന്നെ അതിൽ കോംപ്രിഹെൻഷൻ ഉണ്ട്. ഞാൻ അധികം കോംപ്രിഹെൻഷനിലേക്ക് നോക്കും. ഇപ്രാവശ്യം കട്ട് ഓഫ് ജസ്റ്റ് ക്ലിയർ ആയിട്ടേ ഉള്ളൂ. അതന്നെ എന്തോ ലക്കില് ക്ലിയർ ആയതാണ്. ഹാർഡ് വർക്ക് ആണ്. അത് ലക്ക് എന്നുള്ളതൊന്നും ഇവിടെ ഒരു ഫാക്ടറി അല്ല ആക്ച്വലി. അപ്പോൾ ഈ ഒരു തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ ആയിരുന്നു, അതോ വേറെ എവിടെയെങ്കിലും ആയിരുന്നു? അല്ല, ഞാൻ ഒരു ഇയർ 2023 ഞാൻ പിന്നെ എനിക്ക് പെരിന്തൽമണ്ണ ഹൈദർ അലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി, അവിടെ എനിക്ക് സ്കോളർഷിപ്പ്, ഞാൻ എക്സാം എഴുതി എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. അപ്പം ചെലവ് കുറവാണ്. ട്രിവാൻഡ്രത്ത് എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു മാസത്തേക്ക് നല്ലൊരു 10,000 മേലെ തന്നെ നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ആകുമ്പം എക്സ്പെൻസീവ് അല്ല. പിന്നെ അടുത്താണ്, മലപ്പുറമാണ്, ഞാൻ കോഴിക്കോടുകാരിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ വീട്ടുകാരെല്ലാവരും അവിടെ പൊയ്ക്കോ എന്നുള്ള ഒരു പുഷും കൂടി കിട്ടി. അങ്ങനെ അവിടെ എത്തി. പക്ഷേ ട്രിവാൻഡ്രത്തുനിന്ന് പെട്ടെന്ന് ആ ഒരു പെരിന്തൽമണ്ണ മലപ്പുറം ഏരിയയിലേക്ക് വന്നപ്പോൾ ട്രിവാൻഡ്രം ഒരു സിവിൽ സർവീസ് ഹബ്ബാണ്. ഡൽഹി പോലെ ഒരു ഹബ്ബാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒരു ചേഞ്ച് വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് എനിക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. പിന്നെ ആ ഒരു സീരിയസ്നെസ് വെച്ച് പിന്നെ അവിടെ ടൈം മാനേജ്മെൻറ്റ് പോസിബിൾ ആണ് ക്രിയയിൽ വെച്ചിട്ട്. കാരണം എല്ലാം അണ്ടർ ദി വൺ റൂഫാണ്. നമുക്ക് മെസ്സ്, ക്ലാസ്, ഹോസ്റ്റൽ, റീഡിങ് റൂം എല്ലാം ഒരു റൂഫിൻ്റെ അടിയിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാം എല്ലാം. അപ്പോൾ അങ്ങനെ അവിടെ വന്നപ്പോൾ എനിക്കൊരു ഡെയിലി ഒരു 12 hours ഒക്കെ കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് പോസിബിളായി. ഒരു ഡിസിപ്ലിൻ വന്നു. ആൻഡ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഒക്കെ നല്ലതായിരുന്നു. ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. അപ്പം അതിൻ്റെ മാക്സിമം ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതെന്നെ എൻ്റെ ഈ ഇയർ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പായിരുന്നു. ഇത് ഈ ക്രിയ എന്നുള്ളത് സംഭവം ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഒരു MLA ക്രിയേറ്റ് ചെയ്തൊരു സംഭവം ഒരു പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു മുൻമാതൃകകളില്ലാത്തെന്ന് പറയുന്നത് ഒരു പുതിയ മോഡലാണ് ശരിക്ക്
നജീബ് കാന്തപുരം എന്ന് പറഞ്ഞൊരു MLA ക്രിയേറ്റ് ചെയ്ത് എനിക്ക് കുറച്ച് ഫസ്റ്റ് ഇത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് കുറച്ച് ആശങ്കകളുണ്ടായിരുന്നു. അതായത് ഡൽഹി അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ അതൊരു എക്കോസിസ്റ്റമാണ്. അവിടെ കുറേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കുറേ ആളുകളുണ്ട്, ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് പെരിന്തൽമണ്ണയിൽ കൊണ്ടുവന്ന് റാങ്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിൽ ജെന്യൂൻലി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ജഹാനെ പോലുള്ള ആളുകൾ വന്ന് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. വാട്ട്സ് സോ സ്പെഷ്യൽ അബൌട്ട് ഈ ക്രിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ ഒന്നുകൂടി പറയാനുള്ളത്? ക്രിയ ഞാൻ 2 കൊല്ലത്തോളം അവിടെ ജീവിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടുത്തെ എല്ലാവരുമായിട്ടും ഫാക്കൽറ്റീസ്, നമ്മുടെ അവിടെ ചേച്ചിമാരുണ്ട്, ഉണ്ട് സാറ് വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഡിസിപ്ലിനറി ആക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ അതിന് പറ്റണം. അതാണ് ഒരു നമ്മൾ ഈ എക്സാമിനോട് കുറച്ചും കൂടി സീരിയസ്നെസ് ആയാൽ നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ എത്തും. അതെനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് അവിടെ നിന്ന് പറ്റി, എല്ലാം ആക്സസ് ചെയ്യാനും ഒക്കെ. പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് നല്ലതാണ്, മെൻറ്റർഷിപ്പ് ഉണ്ട്. മെൻറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് 24 hours മെൻറ്റർഷിപ്പ് അവൈലബിൾ ആണ്. അവിടെ മെൻറ്റേഴ്സ് അവിടെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാകും. പിന്നെ അവിടെ റീഡിംഗ് റൂം ആണെങ്കിലും എല്ലാം നല്ല നല്ലൊരു ക്വൈറ്റ് പ്ലേസ് ആണ്. ചെന്നിടത്തോളം വളരെ നമുക്ക് സ്വസ്ഥമായിരുന്നു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പറ്റിയൊരു സ്പേസ് ആണ് ക്രിയ തോന്നി. ഞങ്ങളുടെ അക്കാഡമിയുടെ പിന്നിൽ തന്നെ കുറെ മലകളാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ബേൺ ഔട്ട് ആവുമ്പം അവിടെ അങ്ങ് പോയി നിൽക്കും, കുറച്ച് അവിടെ നോക്കിയിരിക്കും. ഈ മൺസൂൺ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാനൊക്കെ. ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ വരും, അപ്പം നല്ല രസമാണ് കാണാനും. അപ്പോൾ ഒരു ക്വയറ്റ് പ്ലേസ് ആണ്, നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഈ ഒരു 2 വർഷത്തെ ഫെയിലിയേഴ്സ്, അത് നമുക്ക് എന്തെങ്കിലും ഒക്കെ ചേഞ്ച് ചെയ്യാമെന്നുള്ള തോന്നൽ, മേ ബി അബൌട്ട് അവർ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും മെസ്സേജ് ഇൻ ജനറൽ കൊടുക്കണമെന്ന് ആ ഒരു പെർസ്പെക്റ്റീവിൽ തോന്നിയിട്ടുണ്ടോ? അതെ, ആദ്യമായിട്ട് ആ ഫെയിലിയർ ഞാൻ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഷോക്കായിരുന്നു. അതുവരെ തോൽക്കാത്ത ഒരാൾ പെട്ടെന്ന് അങ്ങ് തോറ്റപ്പം ഇനിയും ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു വാശിയും കൂടി വന്നു. തോൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വാശി വരും, ഇത് തന്നെ നേടിയെടുക്കണം എന്നുള്ളൊരു സാധനം. പിന്നെ അത് എന്തുകൊണ്ടാണ് ഫെയിലിയർ വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ സ്ട്രാറ്റജിയിലോ നമ്മൾ പഠിക്കുന്ന രീതിയിലോ ഉള്ള ഫോൾട്ട് കൊണ്ടാണ്. അപ്പം അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, പിന്നെ അത് തിരുത്താൻ നോക്കുക. അത് തന്നെയാണ് തേർഡ് അറ്റംപ്റ്റ്. ഇമോഷണലി അല്ലാതെ ലോജിക്കലി അതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇമോഷണൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു ആദ്യത്തെ ഒരാഴ്ച, മാക്സിമം ഒരാഴ്ച കൊടുക്കുക, അതിലങ്ങ് തീർക്കുക, പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുക. അതേ ഉള്ളൂ. അതാണ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക, മേ ബി പാസ്റ്റ് പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക, അല്ലേ? അപ്പോൾ എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ അൾട്ടിമേറ്റ്ലി സ്പീക്കിംഗ് ഇതൊരു 10 ലക്ഷം ആളുകൾ എഴുതുന്ന പരീക്ഷയാണ്. ഇത് 1000 ആൾക്കാരെ മാക്സിമം എടുക്കുന്നുണ്ട്. എന്തൊക്കെയായാലും നമുക്കൊരു ഫെയിലിയർ റേറ്റ് എന്നുള്ളത് അവിടെ ഉണ്ട്. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേറൊരു എക്സാം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഒരു പ്ലാൻ ബി എപ്പോഴെങ്കിലും ജഹാനയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു? അതായത് ഇത്ര അറ്റംപ്റ്റ് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഐ വിൽ ഡു ദിസ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ആൾട്ടർനേറ്റീവ്, അത് എപ്പോഴെങ്കിലും മൈൻഡിൽ അങ്ങനെ ക്രോസ് ചെയ്തിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ സക്സസ് റേറ്റ് പറയുന്നത് 0.1%. അപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, അൺസർട്ടനിറ്റി എല്ലാം ഉള്ള ഒരു എക്സാമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് കിട്ടിയില്ലെങ്കിൽ വേറൊരു പ്ലാൻ സെറ്റ് ചെയ്യണം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് MCOM ചൂസ് ചെയ്തു. പിന്നെ നെറ്റ് ക്വാളിഫൈ. അപ്പോൾ ഇനി എങ്ങാനും കിട്ടിയില്ല, ഇപ്രാവശ്യം കൊണ്ട് നിർത്താന്നാണ് ഞാൻ കരുതിയത്. പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ ഇപ്രാവശ്യം കൊണ്ട് നിർത്തണം, വേറെ നോക്കണം എന്നുള്ള രീതിയിലായിരുന്നു. ഈ ഒരു ലൂപ്പിൽ ഒരുപാട് ആൾക്കാർ പെട്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ ജഹാനയുടെ അതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ? ഐ മീൻ, ഒരു ആസ്പിറന്റ് എത്ര തവണ അവരെയൊക്കെ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലാൻ ബി ആയിട്ട് ആസ്പിറന്റ് കാണുക? അങ്ങനെ ആസ്പിറൻസിന് നമുക്കൊരു മെസ്സേജ് ജഹാനയുടെ സൈഡിൽ നിന്ന് എന്താ കൊടുക്കുക? കാരണം ഈ ഒരു പ്രോസസ്സിലൂടെ ഭയങ്കര കടന്നുപോയ ഒരാളല്ലേ. പ്രോസസ്സ് ഭയങ്കര ഹെക്റ്റിക്കാണ്. ഈ ലൂപ്പിൽ പെട്ടാൽ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പെട്ടാൽ പിന്നെ ഒരു ഇയർ പോകുന്നത് അറിയില്ല. എക്സാമിന് ഒരു ഇയറോളം നീണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതൊരു ലൂപ്പ് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പരിശ്രമിക്കുക. അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും എത്ര അറ്റംപ്റ്റ് കൊടുക്കുന്നതിലും നമ്മൾ വേസ്റ്റ് ആണെന്ന് വിചാരിക്കാനില്ല. പക്ഷേ എപ്പോഴും ഒരു പ്ലാൻ ബി സെറ്റാക്കി വെക്കണം. കാരണം എപ്പോഴാണ് ഇതിലൊരു ബ്രേക്ക് ഔട്ട്, നമ്മൾ ബേൺ ഔട്ട് ആവുക അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ഡൗൺ ആവുക പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു പ്ലാൻ ബി
സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ളത്. പിന്നെ അതുപോലെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഞാൻ അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ളത്. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു. ചില സമയത്തൊക്കെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, കൂടെയുള്ള പഠിച്ച ആളുകളൊക്കെ എല്ലാവരും ജോബിന് കയറി ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും തോന്നാം. കാരണം നമ്മുടെ ഒരു പ്രൈം ഏജാണ് 21 ഇയേഴ്സ്. ഫ്രം 21 ഇയേഴ്സ് നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏജാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ വേറൊരു മാർഗം സെറ്റ് ചെയ്യുന്നത് എപ്പോഴും സേഫ് ഓപ്ഷനാണ്. നമ്മളിപ്പോൾ പ്രിലിംസിന് ശേഷമുള്ള പിന്നുള്ളൊരു പ്രിപ്പറേഷൻ, പ്രിലിംസ് ഫസ്റ്റ് ക്വാളിഫൈ ചെയ്തപ്പോൾ ഒബ്വിയസ്ലി വിൽ ബി വെരി എക്സൈറ്റഡ് അല്ലേ, ഫസ്റ്റത്തെ തവണ തന്നെ. അപ്പോൾ എന്താണ് ഒരു വാശി, ഇത്തവണ തന്നെ ഇനി ഇതൊരു നല്ലൊരു ചാൻസ് ആണെന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ട് മനസ്സിൽ വന്നിട്ടുണ്ട്. എന്തായിരുന്നു നെക്സ്റ്റ് ലെവൽ പ്രിപ്പറേഷൻസ്? പ്രിലിംസ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ റിട്ടൺ ആണ്. അതെ, എഴുതണം. 9 പേപ്പർ ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു പേപ്പറിന് 3 മണിക്കൂർ, അങ്ങനെ ഡെയിലി 2 പേപ്പർ എഴുതണം. 6 മണിക്കൂറാണ് ഒരു ദിവസം എഴുതേണ്ടത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കാണണം. പിന്നെ ഒരു ചോദ്യം എഴുതാൻ 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന് 7 മിനിറ്റാണ് നമുക്ക് കിട്ടുക എഴുതാൻ വേണ്ടിയിട്ട്. 15 മാർക്കിൻ്റെ 10 മിനിറ്റ് അല്ലെങ്കിൽ 11 മിനിറ്റ്. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എഴുതി തീർക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ പിന്നെ എന്നെ ട്രെയിൻ ചെയ്തത് അതിൽ എഴുതി തീർക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ മെയിൻസിന് നമുക്ക് കിട്ടുന്നത് ഒരു 2 മാസമാണ്. ഒരു ജൂണിൽ റിസൾട്ട്, പ്രിലിംസിൻ്റെ റിസൾട്ട് വരും, ഓഗസ്റ്റിൽ എക്സാം തുടങ്ങും. അപ്പോൾ ഒരു 2-2.5 മാസം അത്രേ നമുക്ക് ഉണ്ടാവുള്ളൂ മെയിൻസ് പ്രിപ്പറേഷനിൽ. അപ്പോൾ ആ ഒരു സമയത്ത് കോണ്ടന്റ് ലെവൽ കൂട്ടാൻ എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. കാരണം 2-2.5 മാസം കൊണ്ട് 9 പേപ്പറും ഉണ്ട്. എല്ലാം കൂടി ഒന്നും പെട്ടെന്ന് പഠിച്ചത്തില്ല. എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, എന്ത് കോണ്ടന്റ് ആണോ ഉള്ളത്, അത് പേപ്പറിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം. അതായിരുന്നു ആ ഒരു 2.5 മാസത്തെ എൻ്റെ ട്രെയിനിങ്. റൈറ്റിംഗ് പ്രാക്ടീസ് അല്ല, അത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഏതായിരുന്നു ഓപ്ഷണലായിട്ട് എടുത്തിരുന്നത്? ഞാൻ മലയാളം. കാരണമുണ്ടോ? നമ്മൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിന് ഫാക്കൽറ്റി ഉണ്ടോ, ആവറേജ് മാർക്ക് കിട്ടുന്നുണ്ടോ, സിലബസ് എങ്ങനെയാണെന്നൊക്കെ റിസർച്ച് ചെയ്യും. അപ്പോൾ മലയാളത്തിൻ്റെത് സിലബസ് ചെറുതാണ്. കാരണം കറണ്ട് അഫയേഴ്സ് ഒന്നും ആഡ് ചെയ്യാനില്ല. ബാക്കി എല്ലാ വിഷയത്തിനും കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതൊരു ഫിക്സഡ് സിലബസ് ആണ്, പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ ഞാൻ ഡിഗ്രിക്കും +2-നും ഒക്കെ മലയാളം ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ മലയാളം തന്നെ എടുത്തു. മലയാളത്തിന് ട്രിവാൻഡ്രത്ത് തന്നെ നല്ല ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. മലയാളം എടുത്തു. ഈ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ എടുക്കുമ്പോൾ മേ ബി ഒരു ഡെയിലി റൂട്ടീനൊക്കെ എന്തായിരുന്നു? എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരുന്നത്? ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു? ഉണ്ട്. എനിക്ക് പ്ലാനിങ്ങിനായിട്ടൊരു ബുക്ക് തന്നെ ഉണ്ടായിരുന്നു. അതെ, പ്രിലിംസിനൊരു ബുക്ക്, മെയിൻസിനൊരു ബുക്ക്, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് നന്നായി പ്ലാൻ ചെയ്യണം, എന്നാലേ എൻ്റെ ആ ഒരു കറക്റ്റായിട്ട് പോവുള്ളൂ. ഞാൻ ഡെയിലി ഒരു 8 hours, ആവറേജ് 8 hours ഇരിക്കുന്ന ആളാണ്. അതിൽ കൂടുതൽ ഇരുന്നാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, നമ്മൾ എപ്പോഴും ഒരു പോസ്ചർ കറക്റ്റ് അല്ലെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ 8 hours ഞാൻ ഇരിക്കാൻ ശ്രമിച്ചിരുന്നു. ചില ദിവസം അത് കൂടും, ചില ദിവസം പക്ഷെ കുറയും. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ആവറേജ് 8 hours ഇരിക്കും. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. രാവിലെ എണീറ്റ് പഠിക്കാനാണ് എനിക്കിഷ്ടം. രാത്രി മാക്സിമം ഞാനൊരു 11 മണിക്ക് മുന്നേ ഞാൻ ഉറങ്ങും. അപ്പോൾ രാവിലെ എണീക്കും. അധികം രാവിലെ എണീറ്റാൽ റിവൈസ് ചെയ്യാനാണ് നോക്കാറ്. തലേന്ന് പഠിച്ച സംഭവങ്ങൾ റിവൈസ് ചെയ്യും. പിന്നെ ഷെഡ്യൂൾ ഉണ്ടാക്കും. ഇത്ര 2 hours വെച്ചിട്ടാണ് ഞാൻ പഠിക്കാറ്. 2 hours പഠിക്കും, അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുക്കും, പിന്നെയും 2 hours, അങ്ങനെ ആ ഒരു സെറ്റിങ്സ് വെച്ചിട്ട്. പിന്നെ ആ ഒരു സമയത്ത് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോറസ്റ്റ് ആപ്പാണ് യൂസ് ചെയ്യാറ്. അതെ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ എത്രത്തോളം ഫോൺ ബ്ലോക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്യുക, എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഒരു പ്രൊഡക്റ്റീവ്നെസ് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്തു. പിന്നെ പ്രിലിംസ് ആവുമ്പോഴേക്ക്, അതായത് നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് ഒരു ജാനുവരി മുതലാണ്. മെയ്യിലാണ് എക്സാം വരിക. അപ്പോൾ ആ ഒരു 5 മാസത്തേക്കായിട്ട് എൻ്റെ ഷെഡ്യൂൾ ഉണ്ടാക്കും. നമുക്ക് സെക്ഷണൽ ടെസ്റ്റുകൾ ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ സെക്ഷണൽ ടെസ്റ്റിൻ്റെ സമയത്ത് അത് മാത്രം ഏതാണോ സബ്ജക്റ്റ് അത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ റിവിഷന് വേണ്ടിയിട്ട് ടൈം അലൊക്കേറ്റ് ചെയ്യുക. അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ, റൈറ്റ്? എന്താണ് ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്? ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തത്? അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിന് ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയും.
ഇന്റർവ്യൂ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. കാരണം പ്രിലിംസ് ആൻഡ് മെയിൻസ് നമ്മൾ ഒറ്റയ്ക്ക് ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് അധികം പഠിച്ചത്. പഠനം ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്കൊരു പിയർ ഗ്രൂപ്പ് വേണം. ഒറ്റയ്ക്ക് അത് പഠിക്കൽ സാധിക്കില്ല. സംസാരിക്കണം. കുട്ടികൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാർ തമ്മിൽ സംസാരിക്കും, കറണ്ട് അഫയേഴ്സ് സംസാരിക്കും, മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കും. അങ്ങനെയാണ് ഇൻ്റർവ്യൂ സ്റ്റേജ് പോവുക. കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ആ സമയത്ത് നോക്കുക. പത്രത്തിൽ എന്താണോ വരുന്നത് അതെല്ലാം നോക്കും. പൊളിറ്റിക്സ് അല്ലാത്ത ബാക്കി എല്ലാം നോക്കും. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ എനിക്ക് ജനുവരി 16 നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മോക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല അവിടെ ഉണ്ടായിരുന്നത്. മോക്ക് ഇൻ്റർവ്യൂവിന് എന്താ വെച്ചാൽ അവർ ചോദ്യം ചോദിക്കും. ഒരു ഇൻ്റർവ്യൂ പോലെയാണ്, ഒരു വൈവ് പോലെയാണ് നടന്നത്. ചോദ്യം ചോദിക്കും. അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പോൾ പക്ഷേ മറ്റ് ആക്ച്വൽ റിയൽ ഇൻ്റർവ്യൂവിന് പോകുമ്പം അത് ഒരു റാദർ കോൺവെർസേഷൻ ടൈപ്പാണ്. നമ്മൾ എന്താണോ പറയുന്നത് അതിൽ നിന്നായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യന് കിട്ടുക. അപ്പോൾ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇൻ്റർവ്യൂ ഞാൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വേറെ എവിടെയോ എത്തിയ പോലെ ഒരു ഫീൽ ആയിരുന്നു. എനിക്ക് ഷീൽവർദ്ധൻ സാറിൻ്റെ ബോർഡായിരുന്നു. അതിൽ 5 പേരുണ്ടാകും. 2 മാം ഉണ്ടായിരുന്നു, ബാക്കി 3 മെയിൽ. എന്തൊക്കെയായിരുന്നു അവർ ചോദിച്ചത്? അവരാദ്യം ഇൻ്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് എന്നോട് ജഹാന സെറീൻ, വാട്ട് യുവർ ഫ്രണ്ട്സ് കോൾ യു, വാട്ട് വി ഷുഡ് കോൾ യു, അങ്ങനെ പറഞ്ഞ കുറച്ച് കംഫർട്ടബിൾ ചോദ്യമായിരുന്നു ആദ്യം ചോദിച്ചത്. പിന്നെ കേരള ഈസ് നോൺ ആസ് ഗോഡ്സ് ഓൺ കൺട്രി, പ്രൂഫ് ദാറ്റ് ടു മീ, പുള്ളിക്കാരന് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ സ്പൈസ് ട്രേഡ് ഭയങ്കര ലാഗിങ് ബിഹൈൻഡാണ്, നമുക്കതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഡാഫിൽ ഞാൻ എൻ്റെ മാപ്പിളപ്പാട്ട് ഹോബിയായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എന്താണ് മാപ്പിളപ്പാട്ട് എന്നുള്ളതൊക്കെ ചോദിച്ചു. അത് പക്ഷേ എക്സ്പെക്റ്റഡ് സാധനമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ബാക്കിയുള്ളതൊന്നും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ആർട്ടിക്കുലേഷൻ ചെയ്യണം, അങ്ങനെ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളാസ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഭയങ്കര വൈബ്രൻറ്റ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ തന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, അത് കഴിഞ്ഞ് ഇന്ത്യാസ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി ഉണ്ട്, ചൈനാസ് ഡോമിനൻസ് ഇൻ അവർ നെയ്ബർഹുഡ്, അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെ. പിന്നെ മലയാളം ലിറ്ററേച്ചർ ആയിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. കഴിഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് ഇത് കിട്ടുന്നാണോ അതോ എല്ലാം പോയി എന്നാണോ? എന്തായിരുന്നു ഒരു ഫീലിംഗ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി അവിടെ അവസാനത്തെ ക്വസ്റ്റ്യന് ഇന്ത്യാസ് ന്യൂക്ലിയർ എനർജി പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൽ ഫിസൈൽ മെറ്റീരിയൽ, യുറേനിയം ഫിസൈൽ, നോൺ ഫിസൈൽ ഉണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ ഇനി ഫിസൈലും നോൺ ഫിസൈലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്നുള്ളത് ആ ഒരു ടെൻഷനിലാണ് ഞാൻ ഇറങ്ങുന്നത്. കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പോൾ കിട്ടില്ലേ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം ഹോൾ ഇൻ്റർവ്യൂ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ഓക്കെ, നല്ല കോഡിയൽ ബോർഡായിരുന്നു, ഞാൻ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ഇറങ്ങി. എന്തായാലും എല്ലാം ലാസ്റ്റ് ക്ലിയർ. യെസ്, എന്തായാലും 511 റാങ്ക് വാങ്ങി. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? നേരെ സർവീസിലോട്ട്, ഏത് സർവീസിലോട്ടാണ് പ്രോബ്ലി എക്സ്പെക്ട് ചെയ്യുന്നത്? അതോ ഇനി ഒരു അറ്റംപ്റ്റും കൂടിയൊക്കെ നോക്കി, ലൈക്ക് വാട്ട്സ് യുവർ ഡ്രീം സർവീസ്? അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ ഫസ്റ്റ് ഓപ്ഷന് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ 511 അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കിട്ടും എനിക്ക് തോന്നുന്നില്ല. സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തത് ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസ്. അപ്പോൾ അത് കിട്ടാൻ പ്രോബബ്ലി ചാൻസ് ഉണ്ട്. ഇനി എഴുതുവാണെങ്കിൽ ദിസ് ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ എഴുതണം. ഇപ്പോൾ മെയിലാണ് പ്രിലിംസ് വരുന്നത്. പ്രിലിംസ് പിന്നെ എനിക്കൊരു ബാലികേറാ മല ആയതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ പഠിക്കാനിരിക്കണം. അതെ, ഫിലിംസ് ആണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ഇപ്രാവശ്യം എഴുതില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ എന്തായാലും ഒരു അറ്റംപ്റ്റ്. ശരിക്കും ഇത് വലിയൊരു ജേർണിയാണല്ലോ അല്ലേ? എന്തായിരുന്നു പാരന്റ്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, എന്തായിരുന്നു അവരുടെ ഒരു സപ്പോർട്ട്? കാരണം 2-3 വർഷം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയിഡ് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. പാരൻസിൻ്റെ സപ്പോർട്ട് എനിക്ക് പറഞ്ഞാൽ തീരില്ല. കാരണം അവർ എപ്പോഴും ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല മോളെ, നെക്സ്റ്റ് ഇയർ കിട്ടും. അവരൊരിക്കലും എന്നെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഉപ്പ സൗദിയിലാണ്, ഉമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ അവരൊരിക്കലും എന്നെ ഡിസപ്പോയിന്റ് ചെയ്ത് തളർത്തിയിരുന്നില്ല, എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫാമിലിയും. ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടും എന്നുള്ളത്, പക്ഷെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ആയിരുന്നു. 2 അനിയത്തിമാരുണ്ട്. ഒരാള് ഡിഗ്രി സെക്കൻഡ് ഇയർ ഫറൂഖ് കോളേജിൽ തന്നെ, ഒരാള് സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ, ഞാനിപ്പോൾ ഫസ്റ്റ് ജാനുവരി സംസാരിക്കുന്നത്, ഇത് വലിയൊരു എക്കോസിസ്റ്റ് ആണ്. ഐ മീൻ ഫാമിലി എന്നുള്ളതൊരു ഭാഗത്ത്, ക്രിയ അവിടെ നജീബ് ഖാനെ പോലുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ സംസാരിക്കുകയായിരുന്നു. ആക്ച്വലി
ജഹാന വാസ് ഫണ്ടഡ് ബൈ PM ഫൗണ്ടേഷൻ. ഞാൻ കൂടി പാർട്ടായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അത് ഭയങ്കര സന്തോഷം അത് കേട്ടപ്പോൾ. അപ്പോൾ ജഹാനക്ക് അത് അറിയില്ലായിരുന്നു. ലൈക്ക് അത് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത്, പക്ഷേ സ്റ്റുഡൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് അലി സാറെ പോലെയുള്ള ആളുകളൊക്കെ, ഞാനിപ്പോൾ ജഹാനയ്ക്ക് ഫോൺ വിളിച്ച് കൊടുക്കുകയായിരുന്നു. ആൻഡ് ഷീ ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് സാർ ഓൾസോ വാസ് വെരി ഹാപ്പി. അപ്പോൾ ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്നം, റൈറ്റ്, ഏതൊരു അച്ചീവ്മെൻറ്റിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് ശരിക്കും ഹമ്പിൾ ചെയ്യുന്ന ഒരു കാര്യമല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട്. റൈറ്റ്, എന്താണ് ജഹാനയുടെ ഒരു തോട്ട്സ് എന്നുള്ളത്? അതെ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ മാത്രം ടാലൻറ്റ് കൊണ്ട് മാത്രമല്ല ഇത് കിട്ടിയത്. എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ടിങ് എൻവയറമെൻറ്റ്, അത് ഭയങ്കര ക്രൂഷ്യൽ റോൾ തന്നെയാണ് എനിക്ക് പ്ലേ ചെയ്തിട്ടുള്ളത്. കാരണം ഇത്രയും 3 കൊല്ലത്തോളം ഇതിലിരിക്കുക, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ ഇരിക്കുക. അതായത് ഫസ്റ്റ് പ്രിലിംസ് കയറാത്തപ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഔട്ടായി. അപ്പോൾ അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള കുറച്ച് പേര് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ അത് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ഗ്രേറ്റ്ഫുള്ളും ആണ്. എനിക്കത് കിട്ടി. അതന്നെ അല്ല ഞാൻ പറയുന്നത്, ഈവൻ നമ്മൾ പിന്നിലോട്ട് ആലോചിക്കുമ്പോൾ +2 നിന്ന് ഏതോ ഒരു ടീച്ചർ നമ്മളോട് പറഞ്ഞ ഒരു പോയിന്റ് എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ശരിക്ക് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ശരിക്കും ആലോചിക്കും. എനിക്ക് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പലപ്പോഴും കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സ് ആക്ച്വലി വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സ് ഒരു സ്കൂൾ ലെവലിലൊക്കെ കുറച്ചുകൂടി നമ്മുടെ കാര്യങ്ങളിൽ എന്താണ് ഇവർ സ്പാർക്ക് ഇട്ട് തന്നിരുന്നെങ്കിൽ എന്ന് എനിക്കെപ്പോഴും ഇങ്ങനെ തോന്നാറുണ്ട്. റൈറ്റ്, അപ്പോൾ അത് അവിടുന്ന് തുടങ്ങിയിട്ട് നമ്മളിവിടെ എത്തുന്നത് വരെ ഒരുപാട് ആളുകളുടെ ജേണിയുടെ മേലെയാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് അതിൻ്റെ മേലെ നമ്മുടെ ഹാർഡ് വർക്കും ഈ പറഞ്ഞ ഡിസിപ്ലിൻ, ജഹാന പറഞ്ഞതുപോലുള്ള പ്ലാനിങ്, കൺസിസ്റ്റൻസി, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ശരിക്കും ഒരു സക്സസ് സ്റ്റോറി ആക്ച്വലി ഇത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. യെസ്, ഒരു ആസ്പിറൻസിനോട്, മേ ബി ഈ ഒരു എക്സാമിനെ കാണുന്ന ആളുകളോട്, മേ ബി ഞങ്ങളുടെ ഒരു ഓഡിയൻസ് XNYയിലുള്ള സ്റ്റുഡൻസ് ഒക്കെ എന്ന് പറഞ്ഞൊരു ക്ലാസ് 6 ആൻഡ് എബോവുള്ള അങ്ങനെയുള്ള ഒരു കുട്ടികളോട്, ഇതൊക്കെ ഡ്രീം ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ജഹാനയുടെ ഒരു എക്സ്പീരിയൻസ്, വാട്ട് ദേ ഷുഡ് ഡു നൗ? എന്താണ് ഒരു ഹൈസ്കൂളിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലുള്ള ഒരു കുട്ടി ജഹാനയുടെ 12th എന്നുള്ള ഡ്രീം തുടങ്ങുമ്പോൾ, ജഹാന അവിടെ നിന്നിരുന്നപ്പോൾ ഇപ്പോൾ അവിടെ ആ സ്കൂളിൽ പോയിട്ട് ആ കുട്ടികളോട് എന്തായിരിക്കും ജഹാന പറയുക? ഞാൻ പറയും, അവർ എന്താണോ പഠിക്കുന്നത് അത് ഇഷ്ടപ്പെട്ട് പഠിക്കുക. കാരണം ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്തു അതെല്ലാം ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ പ്രിപ്പറേഷൻ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ തന്നെ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം, ഞാൻ ഭയങ്കര എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടിരുന്ന ആളല്ല. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ കുറേ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മിസ്സാക്കിയ ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ. കാരണം ഞാൻ വീണ്ടും ചോദിക്കുന്നു, UPSC എന്നുള്ള വളരെ അക്കാഡമിക് ആയിട്ടുള്ള എക്സാം അല്ലേ, അവിടെ എക്സ്ട്രാ കരിക്കുലേഴ്സിന്റെ പ്രാധാന്യം ജഹാന എടുത്ത് പറയുന്നത് ഐ തിങ്ക് ദാറ്റ്സ് വെരി ക്യൂരിയസ്. നമ്മൾക്ക് എന്താണോ ഇൻട്രസ്റ്റ്, നമ്മുടെ അതായത് പഠനം അല്ലാതെ നമ്മൾ ഒരു മനുഷ്യനാണ്, നമുക്ക് എന്തിലെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാകും. അത് നമുക്ക് എംബ്രേസ് ചെയ്യാൻ, അതായത് തുടരാൻ പറ്റണം. അത് UPSCയിൽ അവരൊരു ഡീറ്റെയിൽഡ് അപ്ലിക്കേഷൻ ഫോം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂവിന് റെസ്യൂമേ പോലെ ഒരു ഫോം ഉണ്ട്. അതിൽ അവർ ചോദിക്കുന്നുണ്ട്, അതെ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് അക്കാഡമിക്കൽ അല്ലാതെ എന്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ളത്, എന്ത് അച്ചീവ്മെന്റ്സ് ഉള്ളത്. നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ബേസിക്കലി ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്, അല്ല നമ്മുടെ വിവരം മാത്രമല്ല. അല്ല നമ്മൾ എങ്ങനെ അത് പെർഫോം ചെയ്യുന്നു, നമ്മൾ പേടിക്കുന്നുണ്ടോ, അതൊക്കെ അവർ നോക്കുന്നത്. നമ്മുടെ ആൻസറിന്റെ നിലവാരങ്ങളോ അല്ലെങ്കിൽ അതൊന്നുമല്ല, നമ്മുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതൊന്നുമല്ല അവർ നോക്കുന്നത്. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു സ്ട്രെസ് എൻവയറമെന്റ് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണം എന്നുള്ളത്. ആ ഒരു സമയത്ത് ഹോബീസ് ഫിൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഹോബീസൊന്നും അത്ര ഡെവലപ്ഡ് ആക്കിയില്ലല്ലോ, ഞാൻ അതിനു വേണ്ടി അത്ര സമയം കണ്ടെത്തിയില്ലല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പാട്ടാണെങ്കിലും ഞാൻ സ്കൂളിലൊന്നും, എനിക്ക് സ്റ്റേജ് ഫിയർ ആണ്, ഞാൻ പാടാൻ പോവാറില്ല. അതൊക്കെ ഞാൻ മിസ്സാക്കിയ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. മാപ്പിളപ്പാട്ട് എവിടെ നിന്നാണ് വരുന്നത്? വീട്ടിൽ നിന്ന് പാടുന്നതാണോ? നമ്മൾ ചെറുപ്പത്തിലെ കേൾക്കുന്ന പാട്ടാണ്. അതെ. അപ്പോൾ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പാടാൻ തുടങ്ങും. പിന്നെ മാപ്പിളപ്പാട്ട് പാടുന്നത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ സംഗീതം പഠിക്കണം എന്നുള്ളത്. ആർക്ക് വേണമെങ്കിലും നമുക്ക് പാടാൻ പറ്റുന്ന താളമാണ് അതിന്. അപ്പോൾ അതന്നെ ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് മാപ്പിളപ്പാട്ട്. അപ്പോൾ ഞാൻ അത് കൊടുത്തു. പിന്നെ എംബ്രോയിഡറിയാണ് കൊടുത്തത്, അത് ജസ്റ്റ് ചെയ്യാറുന്നു അങ്ങനെ. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയാനുള്ളത്, എന്താണോ അവർക്ക് അക്കാഡമിക്കലി ഓറിയൻറ്റഡ് അല്ലാത്ത ഇഷ്ടങ്ങളുള്ളത് അതും കൂടി മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. അത് കൂടെ സിവിൽ സർവീസ്, വേറെ ഏത് സർവീസ് ആണെങ്കിലും നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു അവബോധം നിലനിർത്താൻ വേണ്ടിയിട്ട് പത്രം വായന നല്ലതാണ്. പത്രം വായിക്കുന്നത്, അതെ, അത് സിവിൽ സർവീസിന് ഇറങ്ങുന്നവർക്കാണെങ്കിൽ NCERT, നമ്മളെ സ്റ്റേറ്റ് സിലബസിൻ്റെ ബുക്കിനേക്കാളും
കോണ്ടന്റ് NCERTs ഉണ്ടാവുക. അപ്പോൾ അതിൽ ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ലൈനുകൾ ഡയറക്റ്റ്ലി പ്രിലിംസിന് ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ NCERT വായിക്കുന്നത് വളരെ നല്ലതാണ്, ബേസിക് ആയിട്ട്, ഫൗണ്ടേഷൻ ആയിട്ട്. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. യെസ്, ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് തന്ന, വളരെ എന്താ പറയുക, 511 റാങ്ക് ഒരു 10 ലക്ഷം ആളുകളുടെ പരീക്ഷയിൽ എഴുതുകയും ഒരു 10 ലക്ഷം ആളുകളുടെ പരീക്ഷ എഴുതി അതിൽ 511 റാങ്ക് വാങ്ങുകയും നമ്മുടെ മുമ്പിലിരുന്ന് വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയത്, ഒന്ന്, ജഹാന വളരെ ഡിസിപ്ലിൻഡ് ആണ്. ജഹാന എന്താ പറയുക, കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്ലാനോട് കൂടിയിട്ട് ജഹാന മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് ജഹാനയുടെ ലൈഫിൽ നിന്നുള്ള വലിയൊരു പാഠമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം മേ ബി പിന്നോട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞ പോലെ നമുക്ക് സ്കൂൾ ലൈഫിലൊക്കെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇടപെടായിരുന്നു എന്നുള്ളൊരു തോന്നൽ ജഹാന ഒരു അഡ്വൈസ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം വളരെ ഹമ്പിളായി നമ്മുടെ മുമ്പിൽ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ജഹാന എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സോ ഐ hope ചെയ്യല്ല, ഐ എം ഷുവർ ദാറ്റ് യു വിൽ മേക്ക് എ വെരി എക്സലൻറ്റ് സിവിൽ സർവൻറ്റ്. യു ക്യാൻ സെർവ് ദ നേഷൻ ആസ് വെൽ ആസ് ദ കമ്മ്യൂണിറ്റി അറൗണ്ട് us. ആൻഡ് പ്രോബ്ലി അടുത്തൊരു അറ്റംപ്റ്റ് കൂടി എഴുതിയിട്ട് ഒന്നുകൂടി നമുക്ക് ഇരുന്ന് മേ ബി സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ, ഒരു സിവിൽ സർവീസ്, ഒരു IAS തന്നെ എത്തുന്ന ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ ഷെയറിംഗ് യുവർ ടൈം വിത്ത് us. Thank you. I'm also grateful for your academy and all the PM Foundation also. Thank you for calling me. Sure, thanks.